Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. എണ്ണസംഖ്യ കുറഞ്ഞു വരെയുള്ളൂ 14 പേര് കയറിയിട്ടുള്ളൂ 31 ഏ കഴിഞ്ഞ ദിവസം സോളി ടീച്ചർ നിങ്ങൾക്ക് ഇൻഫോം ചെയ്തിരുന്നില്ലേ നമുക്ക് ഇനി ലബോറട്ടറി സർവീസ് ആണ് മിസ് എടുക്കുന്നതെന്ന് പ്രിന്റ് എടുക്കേണ്ടത് അതാണെന്ന് യെസ് മാം പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ അതല്ലേ ഉള്ളത് ലബോറട്ടറി സർവീസ് അല്ലേ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പ്രിന്റ് ഉള്ളത്? അതെ മാം. അത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട് അല്ലേ കഴിഞ്ഞ ചാപ്റ്റർ തീർന്ന ചാപ്റ്ററില്? Yes, ma'am. ഇന്റൻസീവ് കെയർ യൂണിറ്റില്ല എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം. സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക്? ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങിക്കോട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ 3 അല്ല, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Intensive care unit. Extra question. First question. CVTS. CVTS ICU stands for. CVTS ICU stands for. Okay, answer. Cardiovascular thoracic intensive care unit. Next question പറയാട്ടോ. In which intensive care unit? In which intensive care unit? 3 അല്ല, ഇന്റൻസീവ് കെയർ യൂണിറ്റ് 13ാമത്തെ ചാപ്റ്റർ അല്ലേ? മാറിപ്പോയിട്ടാ.
In which intensive care unit patients admitted with the in which intensive care unit patients admitted with the brain tumors? In which intensive care unit patients admitted with the brain tumors? ഏത് ഇന്റൻസീവ് കെയറിലാണ്? ഓക്കെ, ന്യൂറോ ഇന്റൻസീവ് കെയർ NICU അല്ലെ, ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, പറഞ്ഞോ മിലൻ, പറഞ്ഞോളൂ. ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു, ICU എന്നുള്ള ചാപ്റ്ററിലെ. അപ്പൊ അതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് മാം പറയുന്നത് ഇപ്പൊ. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് Which type of intensive care unit the patients are treated specially skilled doctors or intensivist? Specially skilled doctors or intensivist? ഏത് ICUലാണ്? സ്പെഷ്യലി നമ്മൾ രണ്ട് ടൈപ്പ് ICU പഠിച്ചല്ലേ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? എന്താണ് ആരൊന്നും പറയാത്തെ? ഓക്കെ, ഓപ്പണും ക്ലോസ്ഡും അല്ലേ? ഓക്കെ, ഇത് ഏത് യൂണിറ്റ്? ഓക്കെ, ഓപ്പണും ക്ലോസ്ഡും. അപ്പൊ ഇപ്പൊ ടീച്ചർ പറഞ്ഞത് ഏതാണ്? സ്പെഷ്യലി സ്കിൽഡ് ഡോക്ടേഴ്സ് ഓർ ഇന്റൻസിവിസ്റ്റ് അവർ കൈകാര്യം ചെയ്യുന്ന ICU ഏതാണ്? ക്ലോസ്ഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. വിച്ച് ടൈപ്പ് ഓഫ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് the patients are treated specially skilled doctors or intensivist അതാ തീവ്ര ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാല് തീവ്ര വിദഗ്ധർ, അതല്ലെങ്കിൽ സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെ? ICUലുള്ള പേഷ്യൻസിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങുകളും അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ICUല് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. Which type of intensive care unit the patients are treated specially skilled doctors or intensivist? ഏതാണ് ആൻസർ? ക്ലോസ്ഡ് യൂണിറ്റ്. നമ്മൾ പറഞ്ഞു ഓപ്പൺ യൂണിറ്റിൽ ആരെയായിരിക്കും? ജസ്റ്റ് ഒരു ഫിസിഷ്യൻ ആയിരിക്കും അല്ലെ? സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ ലഭിച്ച ഡോക്ടർ ഒന്നും ആയിരിക്കില്ല. അവിടെ ഹോസ്പിറ്റലിൽ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടർ ഫിസിഷ്യൻ ആരാണോ ആളായിരിക്കും ആ പേഷ്യന്റിനെ നോക്കുന്നത്. ക്ലോസ്ഡ് യൂണിറ്റിൽ എന്താണ്? അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയ നല്ല സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീവ്ര വിദഗ്ധരൊക്കെ ആയിരിക്കും ആ ICUല് നോക്കുന്നത്. നെക്സ്റ്റ്, ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU? Who is the fourth question? Who is the registrar in ICU?
is the registrar in ICU? ഐസിയുലെ രജിസ്ട്രാർ ആരാണ്? ഭരണാധികാരി ആരാണ്? സീനിയർ റെസിഡന്റ് ആണോ ജൂനിയർ റെസിഡന്റ് ആണോ? ഓക്കെ, ആരാണ്? സീനിയർ റെസിഡന്റ്. സീനിയർ റെസിഡന്റ്. Fifth question, junior residents. Junior resident. Junior resident duty hours in ICU. Junior resident duty hours in ICU. Junior resident duty hours ICU le duty hours എത്ര മണിക്കൂറാണ്? സീനിയർ റെസിഡന്റിന്റെ അല്ലേ 12 hours. ജൂനിയർ റെസിഡന്റിന്റെ നമുക്ക് പറഞ്ഞിട്ടില്ലേ ഡേ ആൻഡ് നൈറ്റ്. ഡേയും ഒരു ദിവസം ഡേയും നൈറ്റും നിൽക്കണം. അപ്പൊ എത്ര മണിക്കൂറായി? കറക്റ്റ് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് ഡൗട്ട് വരുമെന്ന് അറിയാം. അതന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. മനസ്സിലായി? എനിക്കറിയാം തെറ്റിക്കൂന്ന് അറിയായിരുന്നു. 24 hours. Next question പറയാലോ. Who is responsible for purchasing and servicing of ICU equipment? Purchasing and servicing of ICU equipment. Who is responsible for purchasing and servicing? നയന ജൂനിയർ സ്റ്റാഫ് ആണോ? ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്നും പറഞ്ഞ നമ്മ ഒരു ഹെഡിങ്ങിന് താഴെ കൊടുത്തിട്ടുണ്ടായില്ലേ? അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ICU എക്യുപ്മെന്റ്സിനെ കുറിച്ചും ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഉള്ള ഗൈഡൻസും സൂപ്പർവിഷനും ടീച്ചിങ്ങും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു ICUലെ എക്യുപ്മെന്റ്സുകൾ സർവീസ് ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുക. നമ്മളുടെ ആരുടെ ഡ്യൂട്ടീസ് ആണ്? ഓക്കെ, ICU ഇൻചാർജർ അല്ലെ? ICU ഇൻചാർജറുടെ ഡ്യൂട്ടി ആണ് ICU എക്യുപ്മെന്റ്സുകള് പർച്ചേസ് ചെയ്യുകയും സർവീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അല്ലെ? Who is responsible for purchasing and servicing of ICU equipment? ആരാണ്? ICU ഇൻചാർജർ. ഓക്കെ, next question. Who is ensure quality assurance programs? Who is ensure
Who is ensure quality assurance program in ICU? ആരാണ്? Who is ensure quality and hospital administration അല്ലേ? Who is ensure quality assurance program in ICU administration അല്ലേ? Administration. Okay. Who is attend? Who is attend? Next question, 8th question. Who is attend? Who is attend? ICU calls. Who is attend? ICU calls. Who is attend? ICU calls and pass on messages. And pass on messages properly in ICU. ICU സെക്രട്ടറി അല്ലേ? ICU സെക്രട്ടറി ആണ് ICUയിലേക്ക് വരുന്ന കോൾസുകൾ എടുക്കേണ്ടതും മെസ്സേജസ് അല്ലേ പാസ് ചെയ്യേണ്ടത് അല്ലെ പ്രോപ്പർ ആയിട്ട്. വിസിറ്റേഴ്സിനാണെങ്കിൽ വിസിറ്റേഴ്സിന്, സ്റ്റാഫുകൾക്കാണെങ്കിൽ സ്റ്റാഫുകൾ. ഓക്കെ. Who is attend? Who is attend? ICU calls on. Sorry, ICU calls. Who is attend? ICU calls and pass on messages properly in ICU. ICU secretary. Next question. Choose odd one out. Choose odd one out. Choose odd one out. First option A, cardiac intensive care unit. Cardiac intensive care unit. Cardiac intensive care unit. Option B, medical intensive care unit. Option B, medical intensive care unit. Option C, ventilator. Option C, ventilator. Option D, gastro-intensive care unit. Gastro-intensive care unit. C. Okay. Option C ആണ് ആൻസർ അല്ലേ? ബാക്കിയൊക്കെ ICU ആണല്ലേ? Next, 10th question. Who is maintain? 10th question. Who is maintain files? Who is maintain files and organize patient records in ICU? Who is maintain
who is maintain fires and okay ICU secretary അല്ലേ ഫയൽസുകളും സൂക്ഷിക്കേണ്ടതും പേഷ്യൻസിന്റെ റെക്കോർഡുകൾ അല്ലേ who is maintain files and organize patients records in ICU. Next, 11th question. After surgery, ആൻസർ വേണോ ഷാഹിന? ആൻസർ അറിയില്ലേ? ഫയൽസുകൾ സൂക്ഷിക്കുന്നത്, ഓർഗനൈസ് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ. ആരാണ്? ICU സെക്രട്ടറി. 11th question. After surgery, the patients are admitted in which ICU? After surgery ഏതാണ്? ഏത് ICU-ലാണ്? സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU നിങ്ങൾക്ക് അതിൽ തന്നിട്ടുണ്ടായല്ലോ. ICU-ന്റെ നോക്കി വന്ന് ഏതൊക്കെ ടൈപ്പ് കോമൺ ICUs എന്ന് പറഞ്ഞാണ്ട് കുറച്ച് ICU-കൾ 8 9 ICU-കൾ തന്നിട്ടുണ്ടായല്ലോ. പ്രിന്റ് എടുത്തൊന്ന് നോക്കിയേ. 9 എണ്ണം. അതിലേതായിരുന്നു? എന്താണ് മറന്നു പോണത്? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മറന്നു പോകുന്നത് എന്താ? അപ്പൊ മുൻപത്തെ പാഠത്തിലൊക്കെ ഞാനൊന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കിട്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ മറന്നുപോയി. മെഡിക്കൽ ICU ഒക്കെയാണ് പറഞ്ഞത് നിങ്ങൾ അല്ലെ? Okay. After surgery, the patients are admitted in which ICU? Surgical Intensive Care Unit. ഇതാരൊന്നും റിപ്ലൈ തരാത്തെ? ഓർമ്മയുണ്ട കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ? ഉണ്ട്, ഓർമ്മയുണ്ട്. ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് റിവിഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാട്ടാ. പേരെടുത്ത് ചോദിക്കാം. അപ്പൊ എനിക്ക് ആൻസർ പറഞ്ഞു തരണേ. ആദ്യം തന്നെ കുറച്ച് ഇതെടുക്കണ്ട്, കുറച്ച് ഓർമ്മയുണ്ടെന്ന് അല്ലേ? ഓക്കെ. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The senior resident duty hours in ICU. The senior resident duty hours in ICU. 12 hours. Okay. എനിക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോട്ടാ. സീനിയറിന്റെ 12 hours. ജൂനിയർ റെസിഡന്റിന്റെ എത്രയാണ്? 24 hours. Okay. Next, which unit connection? Which unit connection
Which unit connection is necessary for proper treatment patients in ICU? Which unit connection? Which unit connection is necessary for proper treatment? Proper treatment given to patients in ICU. Given to patients in ICU. ICU കിടക്കുന്ന പേഷ്യൻസിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് ഏത് യൂണിറ്റുമായിട്ടാണ് കണക്ഷൻ വേണ്ടതെന്ന് ഡേ ടു ഡേ കെയർ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറഞ്ഞേക്കണം എന്താ, ഇൻ വിച്ച് യൂണിറ്റ്, ഏത് യൂണിറ്റുമായിട്ടുള്ളത് തന്നെ, പാരന്റ് യൂണിറ്റുമായിട്ട് പേഷ്യൻസിന് ഒരു ട്രീറ്റ്മെന്റ് എന്താണ്, പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പാരന്റ് യൂണിറ്റുമായി ICU ഒരു കണക്ഷൻ വേണം, മാതൃ യൂണിറ്റുമായിട്ട്. ഓക്കെ, പാരന്റ് യൂണിറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഏത് ക്വസ്റ്റ്യൻ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ അഞ്ജലി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ. വിച്ച് യൂണിറ്റ് കണക്ഷൻ is necessary for proper treatment given to patients in ICU. 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 Parent unit. ക്വസ്റ്റ്യൻ എല്ലാവരും കംപ്ലീറ്റ് ആയോ? 13 ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് ടൈം തരാട്ടാ. നമ്മ ഇതിക്ക് മുമ്പ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തത്, മോക്ക് ടെസ്റ്റ് എഴുതിയത്, അതിനൊക്കെ ഒന്ന് നോക്കാനായിട്ട്, എന്നിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, ഇന്ന് എന്തായാലും സോളിഡ് ടീച്ചർ ലീവാണ്. അപ്പൊ ആ പീരീഡ് കുറച്ച് ടൈം കൂടി ഞാൻ എടുക്കും നിങ്ങൾക്ക്. എന്താണ് സിനേഷേ, തലക്ക് കയ്യൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, വേണ്ടേ? ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. ഓക്കെ, പറഞ്ഞോളൂ ഷൈന, എന്താണ്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ലബോറട്ടറി സർവീസ് ആണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ലബോറട്ടറി സർവീസ്. ലബോറട്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൊഡ്യൂൾ 2 ചാപ്റ്റർ ആണ്. നമുക്ക് ഫസ്റ്റും
സെക്കൻഡിലെ ചാപ്റ്റേഴ്സ് ആയിരിക്കും എടുക്കുന്നത്, ആദ്യം നിങ്ങൾക്ക് എടുത്തു തീർക്കുന്നത്. ഇത് രണ്ടാമത്തെ മൊഡ്യൂളിലെ ലബോറട്ടറി സർവീസ് എന്നുള്ള ചാപ്റ്റർ ആണ്. ലബോറട്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊക്കെ അറിയാല്ലേ? അറിഞ്ഞൂടെ? 18 ചാപ്റ്ററിന്റെ നമ്പേഴ്സ് ഒന്നും പ്രശ്നമാക്കണ്ട, ചാപ്റ്റർ 1 തന്നെയാണ്. ഓക്കെ, എന്താണ് ലബോറട്ടറി സർവീസ് എന്ന് പറഞ്ഞാല്? ആർക്കൊന്നും പറയാനില്ല? ലാബിൽ പോയി ഒരു ടെസ്റ്റുകളും ആരും നടത്തിയിട്ടില്ല? നടത്തിയിട്ടുണ്ടാ? ലാബ് ടെസ്റ്റുകൾ ലാബിൽ പോയി കാണിട്ട് എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? എന്തെന്നായിരിക്കും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്? ബ്ലഡ് കൊടുക്കും അല്ലെ, പിന്നെ യൂറിൻ കൊടുക്കും, പിന്നെ എന്താണ്? ബ്ലഡ്, യൂറിന്, സ്റ്റൂള്, പ്ലാസ്മ, ഓക്കെ, ഫ്ലൂയിഡ്സുകൾ അല്ലെ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ അല്ലെ കൊടുത്തും കാണിട്ട് ടെസ്റ്റുകൾ നടത്തുന്നത് അല്ലെ ലാബില്. നമ്മുടെ അസുഖങ്ങൾ എന്ത് അസുഖമാണ് ഡയഗ്നോസിസ് ചെയ്യുന്നതിന്, അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ലാബില് അല്ലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. Laboratory service introduction. A medical laboratory or clinical laboratory is a place where tests are done on clinical specimen to get information about the health of patients to help in diagnosis, treatment, and prevention of disease, medical disease. അവിടം വരെയും ഒരു സെന്റൻസ് ആണ് കേട്ടോ. ഇതിൽ ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു മെഡിക്കൽ ലബോറട്ടറി? അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാല് നമ്മുടെ സ്പെസിമെൻസ് അല്ലെ, നമ്മുടെ സാമ്പിളുകൾ എടുത്ത് രക്തസാമ്പിള്, അതല്ലെങ്കിൽ മൂത്രം, അല്ലെങ്കിൽ സ്റ്റൂൾസ് എന്ന് പറഞ്ഞാൽ മലം, അങ്ങനെയുള്ള പ്ലാസ്മ, സിറം, അങ്ങനെയുള്ളതൊക്കെ എടുത്ത് കാണിട്ട് എന്താണ് നമ്മുടെ ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടും രോഗം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിവെൻഷൻസ്, പ്രതിരോധങ്ങളെ ഉണ്ടാക്കാം എന്നതൊക്കെ കുറിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മ എന്താണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകള്, നമ്മുടെ സാമ്പിൾസുകള് പരിശോധിക്കുന്ന സ്ഥലമാണ് ക്ലിനിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി. എന്താണ് മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സാമ്പിളുകളില്, അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ വെച്ച് കാണിട്ട് പരിശോധന നടത്തി നമ്മുടെ രോഗനിർണയം നടത്താനും നമ്മുടെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിശോധന, നമ്മുടെ ബോഡി സാമ്പിൾസ്, ബോഡി ഫ്ലൂയിഡ്സ് പരിശോധിക്കുന്ന സ്ഥലത്തിന് പറയുന്നതാണ് മെഡിക്കൽ ലബോറട്ടറി. പിന്നെ മെഡിക്കൽ laboratories differ in size and complexity and so provide different types of testing services. എന്താണ് മെഡിക്കൽ ലബോറട്ടറി? എന്താണ് അവയുടെ എന്താണ് എല്ലായിടത്തും ഉള്ള മെഡിക്കൽ ലബോറട്ടറികളെ സൈസ് വലിപ്പം, അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ എന്താണ് വ്യത്യാസം ഉണ്ടാവും അല്ലെ. ചില സ്ഥലത്താണ് എന്താണ് ചെറിയ ലബോറട്ടറി ആയിരിക്കും അല്ലെ, അവിടെ എന്താണ് നമുക്ക് എല്ലാ ടെസ്റ്റുകളും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അല്ലെ, ചില ടെസ്റ്റുകൾ മാത്രം. ഇപ്പൊ ചിലപ്പോ ബ്ലഡിന്റെയും യൂറിന്റെയും അങ്ങനെയുള്ള ചെറിയ ടെസ്റ്റുകൾ മാത്രം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവുള്ളൂ. പിന്നെന്താണ് ചിലപ്പോ എന്താണ് വലിയ ലബോറട്ടറീസ് ഒക്കെ ഉണ്ട്, ലാബുകളൊക്കെ ആയിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള ചില ഹോസ്പിറ്റലിൽ എന്താണ് ഭയങ്കര സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യുന്ന ലാബുകളായിരിക്കും. അപ്പൊ എന്താണ് അവർ തമ്മില് സൈസിന്റെ അടിസ്ഥാനത്തിലും അവരുടെ കോംപ്ലക്സിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വ്യത്യാസങ്ങളുണ്ട്. Medical laboratory is a part of the laboratory that is equipped with various biochemical instruments, equipments, materials, and reagents for carrying out different laboratory investigate activities by using biological specimen. എന്താണ് മിക്ക ലബോറട്ടറികളിലും മെഡിക്കൽ ലബോറട്ടറി ഈസ് ഓഫ്
പാർട്ട് ഓഫ് ലബോറട്ടറി. എന്താണ് മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്? ലബോറട്ടറിയുടെ ഒരു പാർട്ടാണ്. ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് വേരിയസ് ബയോകെമിക്കൽ പല രീതിയിലുള്ള ഉപകരണങ്ങള്, എക്യുപ്മെന്റുകള്, മെറ്റീരിയൽസ്, റിയേജൻസ്, അതായത് കെമിക്കൽസ് ഒക്കെ എന്താണ് അവിടെ ഉണ്ടാവും ആ ലാബില്. അതായത് നമ്മുടെ സാമ്പിളുകള് ബൈ യൂസിങ് ബയോളജിക്കൽ സ്പെസിമെൻ, നമ്മുടെ സാമ്പിളുകള് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സെറംസ്, ബ്ലഡുകള്, പ്ലാസ്മ, യൂറിന്, അങ്ങനെയുള്ള ടിഷ്യൂസ്, സെൽസുകൾ ഒക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ലബോറട്ടറികളിലും ഡിഫറെന്റ് ടൈപ്സ് എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റ്സുകള്, മെറ്റീരിയൽസ്, റിയേജ്, അതായത് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആയോ? എ മെഡിക്കൽ ലബോറട്ടറി ഓർ clinical laboratory is a place where tests are done on clinical specimen to get information about the health of patient to help in diagnosis, treatment and prevention of disease. എന്താണ് മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാല്? എന്താണ് ആളുകളുടെ പേഷ്യൻസിന്റെ സാമ്പിളുകൾ എടുത്തുങ്ങാണ്ട്, സ്പെസിമെൻസുകൾ എടുത്തുങ്ങാണ്ടിട്ട് എന്താണ് അവർ രോഗനിർണയം നടത്തുന്നതിനും അവർക്ക് പ്രിവെൻഷൻ, ഡിസീസിൽ നിന്നുള്ള പ്രിവെൻഷൻ എടുക്കുന്നതിനൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റ് നടത്തുന്ന സ്ഥലമാണ്, പരിശോധന നടത്തുന്ന സ്ഥലമാണ്. മെഡിക്കൽ ലബോറട്ടറി ഡിഫർ ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ആൻഡ് സോ പ്രൊവൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സർവീസ്. എന്താണ് ഓരോ ലബോറട്ടറിയുടെയും സർവീസിന്റെയും കോംപ്ലക്സിറ്റിയുടെയും അടിസ്ഥാനത്തിൽ, സങ്കീർണതയുടെയും അടിസ്ഥാനത്തിൽ എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ടെസ്റ്റിംഗ് സർവീസുകളിലെ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് ചില ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ചില ലാബിലൊക്കെ ചെയ്യുന്ന ഈ തൈറോയിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യില്ലേ? അപ്പൊ എന്താണ് നമുക്ക് കുറച്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താണ് അവര് വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആ സ്ഥലത്തേക്ക് അയച്ചും കാണിട്ട് അവിടെ നിന്നായിരിക്കും അവർക്ക് റിസൾട്ട് വരുന്നത് അല്ലെ? അപ്പൊ എന്താണ് അവിടെ തൈറോയിഡിന്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല, പക്ഷെ അവര് എന്ത് ചെയ്യും? നമ്മുടെ സാമ്പിൾ കളക്ട് ചെയ്യും. അപ്പൊ എന്താണ് അവിടെ നിന്ന് പല ലബോറട്ടറിയിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ വ്യത്യാസമുണ്ടായിരിക്കും. പിന്നെ മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദി ലബോറട്ടറി ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് various biochemical instruments, equipments, materials and reagents for carrying out different laboratory investigative activities by using biological specimen. നമ്മുടെ സ്പെസിമെൻസ്, നമ്മുടെ സാമ്പിളുകൾ എന്താണ് ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിന്, സ്റ്റൂള്, പിന്നെ സെൽസുകള്, ടിഷ്യൂകള്, അങ്ങനെയൊക്കെ ഹോർമോൺ, അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ലബോറട്ടറിയിലും എന്താണ് അതിനുള്ള പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകള്, എക്യുപ്മെന്റ്സുകള്, കെമിക്കൽസ്, പിന്നെ അതിനുള്ള മെറ്റീരിയൽസ് അല്ലെ, മൈക്രോസ്കോപ്പ്, സ്ലൈഡുകൾ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ക്ലിയർ ആയത്? മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ രോഗനിർണയം നടത്തുന്നതിനും അവർക്ക് അതിനുള്ള പ്രിവെൻഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ രക്തസാമ്പിളുകൾ അല്ലെങ്കിൽ അവരുടെ സാമ്പിളുകൾ അല്ലെ, ബോഡി ഫ്ലൂയിഡ്സ് പരിശോധിക്കുന്ന സ്ഥലമാണ്. എന്താണ് ഓരോ ലബോറട്ടറികളും അവരുടെ സൈസിന്റെ കോംപ്ലക്സിറ്റിയുടെയും അടിസ്ഥാനത്തില് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സർവീസുകളും വ്യത്യാസം. എന്താണ് എല്ലാ ടെസ്റ്റുകളും ചിലപ്പോ എല്ലാ ലാബിൽ നിന്ന് നമുക്ക് ലഭിക്കണമെന്നില്ല അല്ലെ? എന്താണ് ചില വലിയ വലിയ ലബോറട്ടറികളിൽ നിന്ന് കിട്ടുന്ന സർവീസുകൾ നമുക്ക് ചെറിയ ലാബിൽ നിന്നൊക്കെ കിട്ടോ? ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ സൈസിന്റെ കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തില് ലാബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സർവീസുകളിലും വ്യത്യാസമുണ്ടായിരിക്കും. പിന്നെ ഓരോ ലബോറട്ടറികളിലും എന്താണ് നമ്മുടെ സ്പെസിമെൻസുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകള്, എക്യുപ്മെന്റ്സുകള്, മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൈക്രോസ്കോപ്പുകള്, സ്ലൈഡുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അതൊക്കെ എന്താണ് വ്യത്യാസങ്ങൾ, കെമിക്കൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? ഓക്കെ. ലാബിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇക്കൂട്ടത്തില്? ഇല്ല, ആരില്ല?
ഓക്കെ, MLT പഠിച്ചിട്ടുണ്ട്, ട്രെയിനി ആണ്. അപ്പൊ ഇവർക്ക് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ സാധിക്കും അല്ലേ? The objective of a medical laboratory are providing its customers. എന്തൊക്കെ കസ്റ്റമേഴ്സിന്, അതായത് പേഷ്യൻസിന്, അത് നമ്മൾ സാമ്പിൾ കൊടുക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മെഡിക്കൽ ലബോറട്ടറി പ്രൊവൈഡ് ചെയ്യുന്നത്? എക്സാക്ട് റിസൾട്ട് വിച്ച് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് എന്നാണ്. നമ്മുടെ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് അല്ലേ, നമ്മുടെ ചികിത്സ നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക് എന്താണ്, കൃത്യമായ ഫലങ്ങൾ അല്ലെ, എന്താണ് ഇതിന്റെ ഫലങ്ങളായിരിക്കും? റിസൾട്ടുകൾ അല്ലെ, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്തതിന്റെ, അല്ലെങ്കിൽ നമ്മുടെ സെറം ടെസ്റ്റ് ചെയ്തതിന്റെ കൃത്യമായ റിസൾട്ടുകൾ എന്ത് ചെയ്യും? നമുക്ക് തരും. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ്? എക്സാക്ട് റിസൾട്ട് തരും. നമ്മുടെ ട്രീറ്റ്മെന്റ്, നമുക്കുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സാക്ട് നമ്മുടെ ഫ്ലൂയിഡ്സിനെയൊക്കെ, നമുക്ക് കൊടുത്ത ഫ്ലൂയിഡ്സിനെ കുറിച്ചുള്ള എക്സാക്ട് റിസൾട്ട് ആണ് നമുക്ക് ലബോറട്ടറിയിൽ നിന്ന് ലഭിക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസുകൾ. ലാബ് സർവീസുകളുടെ ഡിവിഷൻസ് എന്തൊക്കെയാണെന്ന്, അവരുടെ ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തില് ലാബ് സർവീസുകളെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 5 ഡിവിഷൻസ്. എന്താണ്? അവിടെ ഓരോ ലാബിന്റെ സർവീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 5 ആയി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ക്ലിനിക്കൽ പാത്തോളജി. നമുക്ക് അത് പഠിക്കാട്ടോ, ജസ്റ്റ് ഞാൻ അത് മാത്രം പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ, ക്ലിനിക്കൽ പാത്തോളജി. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഡയഗ്നോസ് ചെയ്യുക, നമുക്ക് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക, അതൊക്കെയാണ് പാത്തോളജിയിൽ പെടുന്നത്. എന്താണ്? ക്ലിനിക്കൽ പാത്തോളജി. സെക്കൻഡ് വൺ, ക്ലിനിക്കൽ മൈക്രോബയോളജി. മൈക്രോബയോളജി, മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ ചെറിയ ഓർഗാനിസംസ് അല്ലെ, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും അല്ലെ, സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസംസ്. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാ? അപ്പൊ ക്ലിനിക്കൽ മൈക്രോബയോളജി. നെക്സ്റ്റ് വൺ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. തേർഡ് വൺ എന്താണ്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. പാത്തോളജിയുടെ തന്നെ, ക്ലിനിക്കൽ പാത്തോളജിയുടെ തന്നെ വേറൊരു ഡിവിഷൻ ആണ്. നമ്മുടെ സാമ്പിളുകൾ, നമ്മുടെ സ്പെസിമെൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് രോഗനിർണയം നടത്തുന്നതിനുള്ള പാത്തോളജിയുടെ വേറൊരു ഡിവിഷൻ ആണ് ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. പാത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ, ഡയഗ്നോസ് ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ലഭ്യമാക്കുന്നതിനാണ് പാത്തോളജി എന്ന് പറയുന്നത്. നമ്മുടെ ക്ലിനിക്കൽ പാത്തോളജി ജസ്റ്റ് മീൻസ് ചെയ്യുന്നത് നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യുക, നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ ടെസ്റ്റ് ചെയ്ത് കാണിട്ട് അതിൽ നിന്ന് നമുക്ക് ഡയഗ്നോസിസുകളും ട്രീറ്റ്മെന്റുകളും ലഭ്യമാക്കുന്നതിനാണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, യൂറിൻ അനാലിസിസ്. യൂറിൻ അനാലിസിസ് എന്ന് പറഞ്ഞാല് പറയണോ? യൂറിൻ അനാലിസിസ് ചെയ്യുക, പറഞ്ഞത് യൂറിൻ പരിശോധിക്കുക. നെക്സ്റ്റ്, ബ്ലഡ് ബാങ്കുകൾ. എന്താണ് ബ്ലഡ് ബാങ്ക്? ബ്ലഡുകള് എടുക്കാനും അത് സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള ബ്ലഡ് ബാങ്ക്. ഇപ്പൊ എന്താണ്? ഫംഗ്ഷന്റെ അടിസ്ഥാനത്തില്, ഒരു ലാബിലെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തില് എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 5 ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി, സെക്കൻഡ് വൺ ക്ലിനിക്കൽ മൈക്രോബയോളജി, തേർഡ് വൺ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ഫോർത്ത് വൺ യൂറിൻ അനാലിസിസ്, ഫിഫ്ത് വൺ എന്താണ്? ബ്ലഡ് ബാങ്ക്. ക്ലിയർ ആയോ? അത് ഓരോന്ന് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട്, അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ 5 എണ്ണായി തരംതിരിക്കുന്നുണ്ട് ലാബിന്റെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തില്. ലാബിന്റെ ഫംഗ്ഷൻസിനെ 5 ആയി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ക്ലിനിക്കൽ പാത്തോളജി. എന്താണ്? രോഗനിർണയം നടത്തുക, നമ്മുടെ ബ്ലഡ് സാമ്പിൾ അല്ലെങ്കിൽ യൂറിനുകൾ അല്ലെങ്കിൽ എടുത്ത് കാണിട്ട് എന്ത് ചെയ്യുക? ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളത്, പരിശോധിക്കുക, അതാണ് ക്ലിനിക്കൽ പാത്തോളജി. സെക്കൻഡ്, ക്ലിനിക്കൽ മൈക്രോബയോളജി. തേർഡ് വൺ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഫോർത്ത് വൺ യൂറിൻ അനാലിസിസ്. ഫിഫ്ത് വൺ ബ്ലഡ് ബാങ്ക്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ക്ലിനിക്കൽ പാത്തോളജി. ക്ലിനിക്കൽ പാത്തോളജി എന്തൊക്കെയാണ്? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ വെച്ചുകൊണ്ട് ശരീരദ്രവങ്ങൾ എന്തൊക്കെയാണ്? ടിഷ്യൂസ്, ബ്ലഡ്, യൂറിന്, സെറം,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റൂൾസ് അതൊക്കെ വെച്ച് കാണിട്ട് എന്താണ് നമ്മളെ രോഗനിർണയം നടത്തുക. എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട്, ആ രോഗത്തിനുള്ള എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്കുണ്ട്, അതിനുള്ള കാരണങ്ങൾ അല്ലെ, കോസ് എന്താണ് എന്നിവയൊക്കെ മനസ്സിലാക്കുന്ന ഒരു മെഡിക്കൽ സെക്ഷൻ ആണ് ക്ലിനിക്കൽ പാത്തോളജി. ക്ലിയർ ആയോ? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ, ബ്ലഡ്, സെറം, യൂറിന്, സ്റ്റൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കാണിട്ട് നമ്മളെ ഡയഗ്നോസിസ് ചെയ്യുക, അതിനുള്ള കാരണം എന്താണ്, അതിന് എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ക്ലിനിക്കൽ പാത്തോളജി. ക്ലിയർ ആയോ? ക്ലിനിക്കൽ പാത്തോളജി ക്ലിയർ ആയോ? എന്താന്ന് പറയട്ടെ? ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് ഹീമറ്റോളജി. ഹീമറ്റോളജി എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും പറയാൻ പറ്റോ? ഹീമറ്റോളജി പറയാൻ പറ്റോ ആർക്കെങ്കിലും? ബ്ലഡ് അല്ലെ, അതന്നെ നമ്മളെ ബ്ലഡിന്റെ രക്തത്തിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച്, രക്തവുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഹീമറ്റോളജി. നമുക്ക് ബ്ലഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും? നമ്മുടെ WBC നമ്മുടെ RBC, നമുക്ക് അനീമിയ ഉണ്ടോ, ബ്ലഡ് കുറവുണ്ടോ എന്ന് അറിയാൻ പറ്റും. HBയുടെ കൗണ്ട് അറിയാൻ പറ്റില്ലേ, ഗ്രൂപ്പ് നിർണ്ണയിക്കാൻ പറ്റില്ല, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ബ്ലഡിനെ കുറിച്ചല്ലേ. അപ്പൊ ESR അതന്നെ, അതായത് നമ്മുടെ ബ്ലഡുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസീസുകളും കണ്ടുപിടിക്കാന്, നമ്മുടെ ബ്ലഡിന്റെ അളവുകൾ അല്ലെ, ബ്ലഡിലുള്ള ഓരോന്നിന്റെ അളവുകൾ കണ്ടുപിടിക്കാനൊക്കെയാണ് ഹീമറ്റോളജി സഹായിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് ഒരു ചെറിയൊരു നോട്ട് ഞാൻ തരാം കേട്ടാ ഇത് കഴിഞ്ഞിട്ട്. ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടിഷ്യൂവിനെ കുറിച്ചുള്ള പഠനം അല്ലെ. നമ്മുടെ അതന്നെ, അതെന്താണ്? ടിഷ്യൂ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അല്ലെ. എക്സാമിൻ സെൽസ് ആൻഡ് ടിഷ്യൂസ്. പറഞ്ഞ നിങ്ങൾക്ക് തന്നെ അറിയാം, അതാണ് ടിഷ്യൂകള്, സെൽസുകളൊക്കെ നോക്കി കാണിട്ട് എന്താണ് നമുക്കുള്ള അസുഖങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഹീമറ്റോളജി. എന്താണ്? ടിഷ്യൂകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അല്ലെ ക്യാൻസർ രോഗനിർണയമൊക്കെ നടത്തുന്നത്, ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. അതൊക്കെ ഈ ഹിസ്റ്റോപാത്തോളജി ഒക്കെ വെച്ച് കാണിട്ടാണ്. നെക്സ്റ്റ് സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെൽസിനെ കുറിച്ചുള്ള പഠനം അല്ലെ. സ്റ്റഡി ഓഫ് സെൽസ്, സെൽസിനെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ക്യാൻസർ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കും. ഈ ഹിസ്റ്റോപാത്തോളജി വെച്ച് കാണിട്ട് നമുക്ക് എന്തെങ്കിലും ആന്തരിക ക്ഷതങ്ങളുണ്ടോ, അതല്ലെങ്കിൽ ടിഷ്യൂകളിൽ എന്തെങ്കിലും അസാധാരണ എന്തെങ്കിലും ഡാമേജുകൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹിസ്റ്റോപാത്തോളജി വെച്ച് കാണിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സൈറ്റോളജി എന്ന് പറഞ്ഞാല് സെൽസിനെ കുറിച്ചുള്ള പഠനമാണ്. എന്താണ്? ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ സൈറ്റോളജി സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? റൂട്ടീൻ പാത്തോളജി. റൂട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ വെച്ച് കാണിട്ട് ഡയഗ്നോസിസ് ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെന്റുകൾ, അതൊക്കെയാണ് റൂട്ടീൻ പാത്തോളജിയിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആയോ? ഈ ക്ലിനിക്കൽ പാത്തോളജി ക്ലിയർ ആയോ? എന്തൊക്കെയാണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ വെച്ച് കാണിട്ട് എന്തൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സുകൾ? ടിഷ്യൂ, ബ്ലഡ്, യൂറിന്, സെറം, സ്റ്റൂൾസ് അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ വെച്ച് കാണിട്ട് നമ്മുടെ രോഗനിർണയം, നമുക്കുള്ള രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യുക, അതിനുള്ള ലക്ഷണങ്ങൾ, എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട് നമുക്ക്, അതിനുള്ള കാരണം എന്താണ്, കോസ് കണ്ടുപിടിക്കണം അല്ലേ. ഇതിന്റെ കാരണം മനസ്സിലായാൽ മാത്രമല്ലേ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ക്ലിനിക്കൽ പാത്തോളജി. ഹീമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡിനെ കുറിച്ചുള്ള പഠനം. എന്താണ്? നമ്മുടെ ബ്ലഡിന്റെ സാമ്പിൾ ശേഖരിച്ച് കാണിട്ട് ബ്ലഡിലുള്ള WBC, RBC, HP, ഹീമോഗ്ലോബിൻ, അനീമിയ അങ്ങനെയുള്ള ESR, ബ്ലഡിന്റെ അളവ്, ഗ്രൂപ്പ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഹീമറ്റോളജി. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാല് ടിഷ്യൂവിനെ കുറിച്ചുള്ള പഠനം. നമ്മുടെ ടിഷ്യൂ എടുത്ത് കാണിട്ട് എന്തൊക്കെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, നമുക്ക് എന്താണ് ചിലരുടെ എന്തെങ്കിലും ആരോഗ്യ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. ആന്തരിക ക്ഷതങ്ങള് അതല്ലെങ്കിൽ ടിഷ്യൂക്കൾക്ക് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിലൊക്കെ ഈ ഹിസ്റ്റോപാത്തോളജിയിൽ എന്താണ് ക്യാൻസർ രോഗനിർണയം നടത്താനൊക്കെ
ഹിസ്റ്റോപാത്തോളജി സഹായിക്കുന്നുണ്ട്. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസിനെ കുറിച്ചുള്ള പഠനം. എന്താണ്? സെല്ലുകൾ എടുത്തും കാണിട്ട് അതിനെ കുറിച്ച് എക്സാമിൻ ചെയ്തും കാണിട്ട് രോഗനിർണയം നടത്തുക. അതാണ് സൈറ്റോപാത്തോളജി. സൈറ്റോളജി. റുട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് റുട്ടീൻ ആയിട്ട് ട്രീറ്റ്മെന്റ് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുക, നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ലഭ്യമാക്കുക. അതൊക്കെയാണ് റുട്ടീൻ പാത്തോളജി. ക്ലിയർ ആയോ? ക്ലിനിക്കൽ പാത്തോളജി എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിട്ട് കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നേ. ഓക്കെ, നെക്സ്റ്റ് ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മുടെ ഇൻഫെക്ഷൻ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസംസ് അതിനെ കുറിച്ച് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തില് അങ്ങനെയുള്ളതിനൊക്കെ നമ്മുടെ എന്തെങ്കിലും രോഗനിർണയം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പൊ നോക്കിയേ, എന്തെങ്കിലും ബാക്ടീരിയയുടെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് വൈറസുകൾ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള പാരസൈറ്റ്സുകളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്കുണ്ടോ, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഞാൻ പറയാം, ക്ലിനിക്കൽ മൈക്രോബയോളജി focuses on the isolation and characterization of infectious organisms, so they can be managed and treated in patients. Infection can be caused by bacteria, fungi, virus and parasites. എന്താണ്? നമ്മുടെ ശരീരത്തിലെ ബോഡിയിൽ എന്തെങ്കിലും ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഫംജിയുടെ അല്ലെങ്കിൽ വൈറസിന്റെ അല്ലെങ്കിൽ പാരസൈറ്റ്സിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ക്യാരക്ടറൈസേഷനോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് തരാം കേട്ടോ. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞേ. ബാക്ടീരിയനെ കുറിച്ച്, അതിന്റെ റിലേഷനെ കുറിച്ച് നമ്മുടെ ബോഡിയില്, ബാക്ടീരിയനെ കുറിച്ച് നമ്മുടെ ബോഡിയില് അതിന്റെ എന്തെങ്കിലും എഫക്റ്റുകൾ ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ബാക്ടീരിയോളജി. എന്താണ്? വേറായോ? ബാക്ടീരിയനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ, ഒരു സ്റ്റഡിയാണ് ബാക്ടീരിയോളജി. മൈക്രോ ബാക്ടീരിയോളജീസ് എന്ന് പറഞ്ഞാല് മൈക്രോബാക്ടീരിയം വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയുടെ, ഫംജിയുടെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ്? നമുക്ക് ഈ ട്യൂബർകുലോസിസ്, ക്ഷയരോഗം, ലെപ്രോസി, കുഷ്ഠരോഗം അതൊക്കെ വരുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയുടെ എഫക്റ്റ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എന്താണ്? മൈക്രോ ബാക്ടീരിയോളജി ഉപയോഗിച്ചാണ്. എന്താണ്? ട്യൂബർകുലോസിസ്, ലെപ്രോസി എന്നിവയൊക്കെ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയ? ഓക്കെ. നെക്സ്റ്റ് വൈറോളജി എന്ന് പറഞ്ഞാൽ വൈറസ് അല്ലെ. ഈ വൈറസുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പൊ എന്താണ്? പനി വരും അല്ലെ ചിലവർക്ക് അല്ലെ, പകർച്ചപ്പനി അല്ലെ, വൈറൽ ഫീവർ എന്നൊക്കെ നമ്മൾ പറയും, കേട്ടിട്ടുണ്ടാ? എബോള, ഇപ്പൊ നമുക്കിപ്പോ പുതുതായിട്ട് ഇറങ്ങിയ അസുഖങ്ങളാണ്, വൈറസ് കൊണ്ട് ഇറങ്ങിയ അസുഖങ്ങളാണ് അല്ലെ. എബോള, യെല്ലോ ഫീവർ, പിന്നെ എന്താണ്? COVID-19 അല്ലെ. അതൊക്കെ എന്താണ്? ഇപ്പൊ പുതുതായി ഇറങ്ങിയതാണ് അല്ലെ. അപ്പൊ വൈറസിന്റെ ബുദ്ധിമുട്ട്, വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടല്ലേ വരുന്നത്. അപ്പൊ എന്താണ്? വൈറസുകളെ കുറിച്ചുള്ള പഠനമാണ് വൈറോളജി. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെ, അത് വരാതിരിക്കാൻ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം, അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മരുന്നുകൾ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മ എന്താണ്? COVID-19 വന്നപ്പോ നമ്മ എന്താണ്? അതിനെ കുറിച്ച് പഠിച്ചും കാണിട്ട് എന്താണ്? ഒരു വാക്സിനേഷൻ ഒക്കെ കോവിഷീൽഡ് കണ്ടുപിടിച്ചല്ലേ. എന്തൊക്കെ വാക്സിനേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന പറയുന്നില്ലേ? അപ്പൊ അതിനെക്കുറിച്ച് കോവിഡ് വന്നപ്പോ അതിനെക്കുറിച്ച് കോവാക്സ് അല്ലെ, അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയിട്ടൊക്കെയാണ് അല്ലെ ഇങ്ങനെയുള്ള വാക്സിനേഷനൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ അതൊക്കെ എന്താണ്? വൈറോളജി സെക്ഷനിലാണ് പെടുന്നത്. വൈറസുകളെ കുറിച്ചുള്ള ഒരു പഠനം. അത് മനുഷ്യന്റെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം, അത് വരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം. എന്താണ് നയന? ഡൗട്ട് ഉണ്ടാ?
ഡൗട്ട് ഉണ്ടാ? ഓക്കെ. പിന്നെ മൈക്കോളജി എന്ന് പറഞ്ഞാല് ഫംഗസ് അല്ലെ, ഫഞ്ചികളെ കുറിച്ചുള്ള ഒരു പഠനമാണ് മൈക്കോളജി. മൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫഞ്ചി. എന്തൊക്കെയാണ് ഫഞ്ചികൾ അല്ലെങ്കിൽ ഫംഗസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് റെസ്പിറേറ്ററി ഫഞ്ചൽ ഡിസീസുകൾ, ശ്വസിക്കാനായിട്ട് റെസ്പിറേറ്ററി ഫഞ്ചൽ ഡിസീസസ് ഉണ്ടാവും. സ്കിൻ ഡിസീസുകൾ ഉണ്ടാവും അല്ലെ, ഈ ഫംഗസുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ ചിലർക്ക്, എന്താണ് സ്കിൻ ഡിസീസുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് നമുക്ക് ഇപ്പൊ സ്കിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും അലർജിക്കായിട്ട് എന്തെങ്കിലും ചൊറിച്ചിലോ അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ആ സ്കിന്നിന്റെ ആ സെക്ഷൻ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുത്തെങ്ങാനിട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്യും അവര്, ഫഞ്ചികളുടെ ഉപദ്രവമാണോ എന്നൊക്കെ അല്ലെ, ഫംഗസ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതാണോ എന്നൊക്കെ എന്താണ് പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ മൈക്കോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഫഞ്ചി. ക്ലിയർ ആയോ? ഓക്കെ. പാരസൈറ്റോളജി എന്ന് പറഞ്ഞാല് പാരസൈറ്റ്സ് അല്ലെ, പരാഗജീവികൾ, ഇപ്പൊ അമീബ, പ്രോട്ടോസോവ അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട പാരസൈറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു സ്റ്റഡിയാണ് എന്താണ് പാരസൈറ്റോളജി. ഈ പാരസൈറ്റിന്റെ ഇതിലാണ് വരുന്നത് നമുക്ക് എന്താണ് ബ്ലഡ് ബോണ്, പിന്നെ മലേറിയ, അതൊക്കെ വരുന്നത് ഈ പാരസൈറ്റ്സിന്റെ ഉപദ്രവം കൊണ്ടാണ്. ഈ പാരസൈറ്റ്സിന്റെ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് എന്താണ്, അൺകുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ്സ് ഉപയോഗിക്കുക, എന്താണ് അധികം നല്ലോണം കുക്ക് ചെയ്യാണ്ട് ഇറച്ചൊക്കെ കഴിക്കുക. പിന്നെ എന്താണ് ഹൈജീനിക് അല്ലാത്ത, അതായത് ശുദ്ധമല്ലാത്ത അൺകണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള വൃത്തിയില്ലാത്ത ഫുഡുകൾ കഴിക്കുക. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ പാരസൈറ്റിന്റെ ഉപദ്രവം നമുക്ക് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? പാരസൈറ്റോളജി എന്ന് പറഞ്ഞാല് പാരസൈറ്റിനെ കുറിച്ചുള്ള പഠനം. ഏതൊക്കെയാണ്? അമീബ, പാരമേസിയം, പ്രോട്ടോസോവ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇഫക്റ്റ് നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് പാരസൈറ്റോളജി. യുഗ്ലീന. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇമ്മ്യൂണോളജി. മൈക്കോളജി എന്ന് പറഞ്ഞാല് ഫഞ്ചികളെ കുറിച്ചുള്ള പഠനം. ഫംഗസുകളിലെ സ്കിൻ ഡിസീസുകൾ, നമുക്ക് ഈ ചൊറിച്ചില് അതല്ലെങ്കിൽ ചുണങ്ങ് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ശരീരത്ത്, സ്കിന്നും ഉണ്ടാവുന്ന ഡിസീസുകൾ, അതൊക്കെ ഈ ഫംഗസിന്റെ ഉപദ്രവം കൊണ്ട്. പിന്നെ റെസ്പിറേറ്ററി ഫംഗൽ ഡിസീസുകൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫംഗസുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് മൈക്കോളജി. ഓക്കെ. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാല് അതിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, ഇമ്മ്യൂണിറ്റി, ഒരാളുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ സംവിധാനത്തെ കുറിച്ചുള്ള ഒരു പഠനം. എന്താണ്, നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറസിന്റെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നമ്മ അതിനൊരു ഇമ്മ്യൂണിറ്റി പവർ, നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവർ വെച്ച് ഞാനിട്ട് എന്താണ് അതില്ലായ്മ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ടെമ്പറേച്ചർ കൂടുക ഇല്ലേ, കേട്ടിട്ടില്ലേ? നമുക്ക് ടെമ്പറേച്ചർ കൂടുക, അപ്പോഴേക്കാണ് നമുക്ക് പനിയൊക്കെ വരുന്നത്. പിന്നെന്താണ് അലർജി ഒക്കെ വരും അല്ലെ. ഇപ്പൊ പൊടിയുടെ അലർജി ഉള്ളവർക്കൊക്കെ എന്താണ് നമുക്ക് അലർജിക്ക്, തുമ്മല്, ശ്വാസം മുട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട്, എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് അങ്ങനെയൊക്കെ വരുന്നത്. ക്യാൻസർ, രോഗപ്രതിരോധം കുറയുക. എന്താണ് നമ്മുടെ ശരീരത്തില് ഒരു അണുബാധ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കയറി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് അണുബാധക്കെതിരെ ഒരു പ്രതിരോധം തീർക്കും. ESR. ഓക്കെ, പ്രതിരോധം തീർക്കും അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് പനി വരും, അതിൽ അലർജിക്കായിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് വരും. അതൊക്കെയാണ് എന്താണ് അപ്പൊ ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാല് ഇമ്മ്യൂണിറ്റി പവറിനെ കുറിച്ചുള്ള പഠനം. നെക്സ്റ്റ് എന്താണ് സെറോളജി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടല്ലേ ആന്റിബോഡീസ്, അതായത് സെറത്തിനെ കുറിച്ചുള്ളത് അല്ലെ. ഓക്കെ, സെറത്തിന്റെ മറ്റ് ശരീരദ്രവങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ പഠനമാണ് സെറോളജി. നമ്മുടെ സെറത്തിലെ ആന്റിബോഡികൾ എന്താണ് നമുക്ക് രോഗനിർണയം നടത്തുന്നതിനാൽ നമ്മൾ സെറം പരിശോധിക്കുമ്പോ
അതിലുള്ള ആന്റിബോഡികൾ എന്താണ് നമ്മുടെ രോഗനിർണയം നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കൊറോണ പിടിച്ചില്ലേ, കൊറോണ അസുഖം വന്നപ്പോ നമുക്ക് മൂക്കിന്ന് സ്രവ് എടുത്തുങ്ങാണ്ടല്ലേ, സെറം എടുത്തുങ്ങാണ്ടിട്ടല്ലേ പരിശോധിച്ചുങ്ങാണ്ട് കൊറോണയാണോ എന്നൊക്കെ കണ്ടുപിടിച്ചത് അല്ലേ? അതാണ് സെറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡി സെറങ്ങള് യൂസ് ചെയ്തെങ്ങാനിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ്. പിന്നീട് ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോ, എന്നിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഒരു 5 മിനിറ്റ് ട്ടാ. ഒരു 36 ആകുമ്പോൾ ടീച്ചർ ക്ലാസ് തുടങ്ങും.
ഇതിന് മുന്നേ ആരുടെ ക്ലാസ് ആയിരുന്നു? വാഹിദ മിസ്സിന്റെ. ഏത് ചാപ്റ്റർ എടുത്ത്? ലബോറട്ടറി. ICU ക്വസ്റ്റ്യൻ മാത്രമേ തന്നുള്ളൂ. ക്ലാസ് തുടങ്ങാം. 5 മിനിറ്റ് ക്ലാസ് തുടങ്ങാം നിങ്ങൾക്ക്. മേഡം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. മേഡം ഇപ്പൊ എടുക്കുന്ന ലാബോറട്ടറി സർവീസ് ചാപ്റ്റർ എത്ര? ചാപ്റ്റർ 18 പക്ഷെ നിങ്ങൾ പ്രിന്റില് ഇപ്പൊ 3 കാണിക്കുന്നത്. കുഴപ്പമില്ല, ചാപ്റ്ററിന്റെ നമ്പറിൽ പ്രശ്നമൊന്നുമില്ല. ചാപ്റ്റർ സെയിം ആണ്, ലബോറട്ടറി സർവീസ് ആണ്. ഓക്കെ. അല്ല, ഇതിനകത്ത് ഞാൻ ചോദിച്ചു, ഇപ്പം ഈ നേരത്തെ ഞങ്ങൾക്കൊരു പഴയ മൊഡ്യൂള് തന്നിട്ടുണ്ടായിരുന്നേ, പിന്നെ അത് അപ്ഡേറ്റ് ചെയ്തായിരുന്നേ. അപ്ഡേറ്റ് ചെയ്തപ്പോ സെക്കൻഡ് മൊഡ്യൂളിൽ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് ഇപ്പൊ ലബോറട്ടറി കിടക്കുന്നത്. അല്ല, നമ്മുടെ ഫസ്റ്റ് ആദ്യം ഒരു മൊഡ്യൂൾ വന്നു, പിന്നെ സെക്കൻഡ് ഒരു മൊഡ്യൂൾ വന്നു. ഫസ്റ്റ് മൊഡ്യൂൾ 195 പേജ് ഉണ്ടായിരുന്നു, പിന്നെ അപ്ഡേറ്റ് ചെയ്ത 192 പേജ് ഉണ്ടായിരുന്നു. അപ്പൊ പല ചാപ്റ്റേഴ്സ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. കുറച്ച് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട് നമുക്ക് ഇതിനോടൊരു എക്സാം ബോർഡിനോട് ഇത് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് നിഷ ടീച്ചർ ഇല്ലേ, മെയിൻ ഹെഡ് ആണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു തരും ഡൗട്ട്സുകള്. ഓക്കെ. ഇത് ഈ സ്ക്രീന് ചാപ്റ്റർ 3 കണ്ടത്, അതുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമില്ല, ചാപ്റ്റർ നമ്പർ മാത്രം വ്യത്യാസമുള്ളൂ, ചാപ്റ്റർ സെയിം ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. സെറോളജി, സെറം യൂസ് ചെയ്ത് കാണിട്ടില്ലേ. ഇപ്പൊ നമുക്ക് കോവിഡ് കണ്ടുപിടിച്ചത് എന്താണ്? നമ്മുടെ മൂക്കിൽ നിന്നുള്ള സെറം വെച്ച് കാണിട്ടാണ് അല്ലെ കോവിഡ് ഒക്കെ കണ്ടുപിടിച്ചത്. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അല്ലെ, ഇമ്മ്യൂണിറ്റിനെ കുറിച്ച്, നമ്മുടെ രോഗപ്രതിരോധത്തിനെ കുറിച്ച്. എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ അല്ലെ, ഡിസീസസുകൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്, ഒരു സ്റ്റഡിയാണ് ഇമ്മ്യൂണോളജി. നെക്സ്റ്റ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. നെക്സ്റ്റ് 3rd ബോക്സ് എന്താണ്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. എന്താണ്? രോഗനിർണയം നടത്തുന്നതിനൊക്കെ നമ്മുടെ ഒരു പേഷ്യൻസിനെ ഡയഗ്നോസിസ് ചെയ്യുന്നതിനും അതിനുവേണ്ടി അവർക്ക് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശരീര സ്രവങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന പാത്തോളജിയുടെ, ക്ലിനിക്കൽ പാത്തോളജിയുടെ വേറൊരു സെക്ഷൻ ആണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. എന്താണ്? രോഗനിർണയം നടത്തുക, ചികിത്സ കൊടുക്കുക, പ്രതിരോധം, രോഗനിരീക്ഷണം എന്നിവയ്ക്ക് എന്താണ്? ബയോകെമിക്കൽ അളവുകൾ, ബയോകെമിക്കൽ സെക്ഷൻസ് യൂസ് ചെയ്യുന്നതാണ് ബയോകെമിസ്ട്രിയുടെ ഒരു വിഭാഗം. എന്താണ്? പാത്തോളജിയുടെ തന്നെ നെക്സ്റ്റ് ഒരു ക്ലിനിക്കൽ പാത്തോളജിയുടെ ഒരു ഉപവിഭാഗമായിട്ട് വരുന്നതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസ്. എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള ബയോകെമിക്കൽ എന്താണ്? എൻസൈമുകൾ അല്ലെ, കാർബോഹൈഡ്രേറ്റ്, ഹോർമോൺസുകള്, എൻസൈമുകള്, കാർബോഹൈഡ്രേറ്റുകള്, ലിപ്പിഡുകള്, പ്രോട്ടീനുകള്, പിന്നെ കരൾ പ്രവർത്തനത്തിനുള്ള അങ്ങനെയൊക്കെ അതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശരീരത്തിലെ മറ്റു സൂചകങ്ങളൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് എന്താണ്? ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിനുള്ളിലെ എൻസൈമുകൾ അല്ലെ. എന്തിനൊക്കെ എൻസൈമുകളുണ്ട്? നമ്മുടെ റെസ്പിറേഷൻ ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്? ഡൈജഷൻ നടത്തുന്നതിനായിട്ട് എൻസൈമുകൾ ഉണ്ട്. പിന്നെ എന്താണ്? മസിൽസിന്റെ, നെർവിന്റെ ഒക്കെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് എന്താണ്? എൻസൈമുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗർ, കൊളസ്ട്രോൾ. ഓക്കെ. പിന്നെന്താണ്? കാർബോഹൈഡ്രേറ്റ്. എനർജി, എന്താണ്? നമുക്കൊരു പ്രവർത്തനം ചെയ്യുന്നതിന്, ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനർജി തരുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ കാർബോഹൈഡ്രേറ്റുകൾ. അതിനെക്കുറിച്ച് ലിപ്പിഡുകൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻസുകളില്ലേ, ADEK എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിറ്റാമിൻസുകൾ ഉണ്ട്. വിറ്റാമിൻസുകൾ, ഫാറ്റ്സ്, കൊഴുപ്പുകള്, പിന്നെന്താണ്? സ്റ്റിറോളുകള്, ഇവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ലിപ്പിഡ്സ്. അതൊക്കെ എന്താണ്? നമുക്ക് ഊർജം, നമുക്ക് എനർജി സ്റ്റോർ ചെയ്യുക. പിന്നെ എന്താണ്? നമുക്ക്
സിഗ്നലിംഗ് തരൂലേ? ഓരോ പ്രവർത്തനം ചെയ്യുന്നതിന്, ഫംഗ്ഷൻ ചെയ്യുന്നതിനായിട്ട് സിഗ്നലിംഗ് തരൂലേ? ഇപ്പൊ എന്താ ഉദ്ദീപനം, എന്താണ് ചൂടുള്ള ഒരു സാധനം എത്തുമ്പോ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. അപ്പൊ എന്താണ്, നമ്മൾ പെട്ടെന്ന് കൈവരിക്കുക. അത് നമുക്ക് തലച്ചോറിന് സിഗ്നൽ ലഭിച്ചിട്ടാണ് അല്ലെ നമ്മ അങ്ങനെ പെട്ടെന്ന് തന്നെ കൈവരിക്കുന്നത്. അങ്ങനെയുള്ള സിഗ്നലുകളൊക്കെ തരുന്നതിനാണ് ഈ ലിക്വിഡ്സുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ഹോർമോണൽ അസൈസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹോർമോണൽ അസൈസ് എന്ന് പറഞ്ഞാല് ഹോർമോണുകൾ ടെസ്റ്റ് ചെയ്യുക അല്ലെ നമ്മുടെ ബോഡിയില്. ഹോർമോണുകളല്ലേ, ഇപ്പൊ ഹോർമോൺ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെ, ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസുകൾ ഉണ്ട് അല്ലെ. ഹെൽത്ത് കണ്ടീഷനും ഒക്കെ എന്താണ് നല്ല രീതിയിൽ അല്ലാതിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഫെർട്ടിലിറ്റി, എന്താണ് ഹോർമോണുകൾ കുറവ് കൂടുതലൊക്കെ ആവശ്യം, ഫെർട്ടിലിറ്റി. പിന്നെ എന്താണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ കറക്റ്റ് ആവാതിരിക്കാൻ, പിന്നെ പ്രഗ്നൻസിക്കൊക്കെ ഈ ഹോർമോൺ ചേഞ്ചസുകള് നമുക്ക് ഹോർമോണിൽ വ്യത്യാസങ്ങൾ വന്നാൽ ഇതിനൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഹോർമോണൽ അസൈസ് ഓക്കെ. മറ്റേ ഈ അക്കുയാസിന് ആളുടെ പേരെന്താ ശരിക്കും? ഷംസീന. ഓക്കെ, ഷംസീന എംഎൽടി പഠിച്ചേക്കുന്ന കാരണം കുറച്ച് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് പറയാനായിട്ട് സാധിക്കും ആൾക്ക്. അപ്പൊ ഹോർമോൺ ചേഞ്ചസുകളില് നമ്മുടെ ശരീരത്തില് ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനുണ്ട്. പിന്നെ ആർത്തവരാമം അല്ലെ, എന്താണ് പീരീഡ്സ് കറക്റ്റ് ആവാതിരിക്കുക, പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ട്, അതിനൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ഹോർമോണുകളിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കും. PCOD, ഓക്കെ, PCOD വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പറയുമ്പോ പറയില്ലേ ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ വന്നിട്ടാണ്. അപ്പൊ ഹോർമോണിന്റെ ചേഞ്ചസ് കണ്ടുപിടിക്കുന്നതാണ് ഹോർമോണൽ അസൈസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിയർ ആയോ എല്ലാവർക്കും? പിന്നെ നോട്ട്സ് എഴുതാം, എന്നിട്ട് അടുത്ത സെക്ഷൻ എടുക്കാം. നോട്ട്സ് വേണോ നിങ്ങൾക്ക്? ഓക്കെ. ഈ ക്ലിനിക്കൽ പാത്തോളജി, ഹെമറ്റോളജി, അതിനെ കുറിച്ച് ചെറുതായിട്ടുള്ളൂ കേട്ടോ. ഓരോ സെന്റൻസ് വൈസ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിയെടുത്തോ. ഫസ്റ്റ് ക്ലിനിക്കൽ പാത്തോളജി പറയാലോ, സ്റ്റാർട്ട് ചെയ്യാലോ? സ്റ്റാർട്ട് ചെയ്യാലോ? പറയട്ടെ. ക്ലിനിക്കൽ പാത്തോളജി എഴുതിക്കുക. ക്ലിനിക്കൽ പാത്തോളജി is a medical specialty. Clinical pathology is a medical specialty that is concerned with the diagnosis of okay. Clinical pathology is a medical specialty. Clinical pathology is a medical specialty that is concerned with the diagnosis of disease
based on laboratory analysis of bodily fluids, concerned with the diagnosis of disease based on laboratory analysis of bodily fluids. Next, hematology. Hematology is the study of blood and blood related disorders. Hematology is the study of blood and blood related disorders. Blood related disorders. When I WBC, RBC, HB, anemia, ESR, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ അതിന്റെ അടിയിൽ ചെറുതായിട്ട് വേണമെങ്കിൽ അതൊക്കെ എഴുതിക്കും. അപ്പൊ പെട്ടെന്ന് ക്ലിയർ ആവും നിങ്ങൾക്ക്. WBC, RBC, CBC, ഹീമോഗ്ലോബിൻ, അത് HB, അനീമിയ, ESR ഒക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കും. ഷുഗറിന്റെ. നെക്സ്റ്റ് histopathology. Histopathology the study of diseases of the tissues the study of diseases of the tissue and involves examining tissues or cells under a microscope വെച്ചിങ്ങാണിട്ട് ടിഷ്യൂകള് സെല്ലുകളൊക്കെ എക്സാമിനിങ് ചെയ്യുന്നതാണ് എന്താണ് ഹിസ്റ്റോപാത്തോളജി. എക്സാമിനിങ് ടിഷ്യൂസ് ഓർ സെൽസ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. എന്തൊക്കെയാണ്? ക്യാൻസർ, പിന്നെ ഡാമേജ്, ടിഷ്യൂസ് ഡാമേജുകള്, ഡിസോർഡേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. നെക്സ്റ്റ് സൈറ്റോളജി. Cytology is the study of the cells. സെൽസിനെ കുറിച്ചുള്ള പഠനം. Cytology is the study of the cells. സെൽസിന്റെ ഫങ്ഷൻസ് അല്ലേ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. Cytology is the study of the cells.
Next, clinical microbiology. Clinical microbiology. Microbiology. Clinical microbiology. Clinical microbiology focuses on the clinical microbiology focuses on the isolation and characterization. Isolation and characterization of infectious organisms. Clinical microbiology focuses on the isolation and characterization of infectious organisms, so they can be managed and treated in patients. So they can be managed and treated in patients. എന്താണ് ഒരു പേഷ്യന്റിന്റെ ശരീരത്തില് ഇൻഫെക്ഷൻസ് സാംക്രമിക ജീവികളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനായിട്ടാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി ഫോക്കസ് ചെയ്യുന്നത്. Infections can be caused by bacteria. എന്തിന്റെയൊക്കെ ഇൻഫെക്ഷൻ ആണ് സംഭവിക്കുന്നത്? ബാക്ടീരിയ, ഫംഗി, വൈറസ് ആൻഡ് പാരസൈറ്റ്സ്. ഇതൊക്കെയാണ് ബാക്ടീരിയ, ഫംഗി, വൈറസ് ആൻഡ് പാരസൈറ്റ്സ്. എഴുതിയാ? Okay. Clinical microbiology focuses on the isolation and characterization of infectious organisms. So they can be managed and treated in patients. Infections can be caused by bacteria, fungi, virus and parasites. Bacteria, fungi, virus and parasites. Okay. Next പറയാലോ. Okay. Next, bacteriology. Bacteriology. A science that deals with the bacteria, and their relation to medicine. Next, mycobacteriology.
Microbacteriology. Microbacteriology. Microbacteriology is the study of Microbacteriology is the study of bacteria. The study of bacteria in the genus Mycobacterium. Is the study of bacteria in the genus Mycobacterium. Mycobacterium. എന്തൊക്കെയാണ്? ട്യൂബർകുലോസിസ്, ലെപ്രോസി ഒക്കെ കേട്ടാ. ട്യൂബർകുലോസിസ്, ലെപ്രോസി, ക്ഷയരോഗം, ലെപ്രോസി, കുഷ്ഠം, ട്യൂബർകുലോസിസ്, ക്ഷയരോഗം. Next, virology. Next, virology. Virology is the scientific study of viruses. Virology is the scientific study of virus. അസുഖങ്ങൾ എഴുതിക്കോ വേണമെങ്കിൽ കോൾഡ്, COVID-19, ഫ്ലൂ, ഇബോള, യെല്ലോ ഫീവർ, വൈറസിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ. ഇത് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടണമല്ലോ, എന്താണെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. കോൾഡ്, COVID-19, ഫ്ലൂ, യെല്ലോ ഫീവർ ഒക്കെ. നെക്സ്റ്റ്, മൈക്കോളജി. Mycology is the study of fungi or fungus. Mycology. Mycology is the study of fungi or fungus. Respiratory fungal disease, skin disease. Parasitology. Next, parasitology. It is the study of parasites. Parasitology is the study of parasites. അമീബ, പ്രോട്ടോസോവ, അങ്ങനെയുള്ള പാരസൈറ്റ്സ് ബ്രാക്കറ്റിൽ എഴുതിക്കോട്ടാ. പാരസൈറ്റ്സ് പരാർപ്പിച്ചിരിക്കും. Parasitology is the study of parasites. എന്തൊക്കെയാണ്? മലേറിയ, ബ്ലഡ് ബോണ്, ഇതൊക്കെ ഡിസീസുകളാണ്. പാരസൈറ്റ്സിന്റെ ഇതിലുണ്ടാകുന്ന ഡിസീസുകൾ. Immunology. Immunology is the study of immune system. Immunology is the study of immune system. Immunology is the study of immune system. ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ കുറിച്ച്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കുറിച്ച് അറിയാനുള്ള സ്റ്റഡിയാണ് ഇമ്മ്യൂണോളജി. എന്താണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം? ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അലർജി, ക്യാൻസർ, അങ്ങനെയുള്ളതൊക്കെ. എന്താണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സൂക്ഷ്മജീവികൾ അല്ലെ എന്തെങ്കിലും ഓർഗാനിസംസ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വെച്ച് ഞാനിട്ട് തന്നെ നമുക്ക് എന്താണ് അതിന് പ്രതിരോധിക്കാൻ കഴിയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാല് പല രീതിയിലുള്ള അസുഖങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. സിറോളജി. നെക്സ്റ്റ്, സിറോളജി. It is the scientific study of serum and other body fluids.
It is the study of serum and other body fluids. Other body fluids. And corona ഇരിക്കോ? Example ആയിട്ട് സെറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന അസുഖം കൊറോണ. Next, clinical biochemistry. Clinical biochemistry. Clinical biochemistry. It is a subspecialty. It is a subspecialty. It is a subspecialty of pathology. It is a subspecialty of pathology. Subspecialty of pathology that involves analyzing bodily fluids to diagnose and manage disease. To diagnose and manage disease. Next, hormonal assays. Hormonal assays. A hormonal assay is a diagnostic blood test measures hormone level in the body, to assess health conditions. A hormonal assays is a diagnostic blood test measures hormone level in the body to assess health conditions. It can help identify hormone imbalances that may affect fertility, thyroid problems, menstrual cycles and pregnancy. ഇനിയുണ്ട്, ഞാൻ ജസ്റ്റ് ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എഴുതിയ എല്ലാവരും എഴുതിയോ? A hormone
രണ്ടാമത്തെ സെന്റൻസ് പറഞ്ഞാൽ മതിയോ നായന? It can help identify hormone imbalances that may affect fertility, thyroid problems, menstrual cycles, and pregnancy. നെക്സ്റ്റ് എടുക്കാലോ? നെക്സ്റ്റ് കൂടി എടുക്കട്ടെ? ഇത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഞാൻ കുറെ ടേമൊക്കെ ഉള്ളായിരുന്നാണ് പതുക്കെ എടുത്തേ. ഓക്കെ. ഹെറാർക്കി ഇതിൽ ഉൾപ്പെട്ടേക്കണത് ലാബില് വർക്ക് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങുകൾ എന്തൊക്കെയാണ്. നെക്സ്റ്റ് ഫസ്റ്റ് പൊസിഷൻ ലബോറട്ടറി ഡയറക്ടർ. എല്ലാത്തിന്റെയും ഹെഡ് ആയിരിക്കും, ഡയറക്ടർ ആയിരിക്കില്ലേ? അപ്പൊ ആരാണ് ഫസ്റ്റ്? ലബോറട്ടറി ഡയറക്ടർ. ഡോക്ടറൽ ഡിഗ്രി എന്താണ്? ഈ MD അല്ലെങ്കിൽ എന്താണ് PhD കഴിഞ്ഞ ഒരാളായിരിക്കും. സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ആണ്. എന്താണ്? ചില സമയത്ത് എന്താണ് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റുകൾ എന്താണ് ബോർഡ് സർട്ടിഫിക്കേഷൻ ഇത് വരുന്ന സയന്റിസ്റ്റുകൾ, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റുകളും ലബോറട്ടറി ഡയറക്ടർ ആവാറുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? controls and manage all lab operations and ensure quality patients care. എന്താണ്? എന്ത് ചെയ്യാ? ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക ഒക്കെയാണ് എന്താണ് ഈ ലബോറട്ടറി ഡയറക്ടറിന്റെ ഡ്യൂട്ടി. പിന്നെ എന്താണ്? പേഷ്യൻസിന് എൻഷുർ ആയിട്ടുള്ള ക്വാളിറ്റി കെയർ കൊടുക്കുക. എന്തായിരിക്കും? ടെസ്റ്റുകളായിരിക്കും അല്ലെ? ലബോറട്ടറിയില് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ പേഷ്യൻസിന്റെ ഫ്ലൂ ഇതായിരിക്കും അല്ലെ, സ്പെസിമെൻ ഒക്കെ ആയിരിക്കും. അപ്പൊ എന്താണ്? അവർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കൊടുക്കുക, അതായിരിക്കും അല്ലെ പേഷ്യന്റ് കെയർ, ക്വാളിറ്റി പേഷ്യന്റ് കെയർ. എക്സ്പ്ലെയിൻ എന്തൊക്കെ ചെയ്യുക? ടെസ്റ്റ് റിസൾട്ടിനെ കുറിച്ച്, ആ പേഷ്യന്റിന്റെ സാമ്പിള് യൂസ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചത് എന്താണ്, അതിന്റെ ടെസ്റ്റ് റിസൾട്ടുകൾ വിത്ത് കൺസൾട്ടിങ് പാത്തോളജിസ്റ്റ്. എന്ത് ചെയ്യാ? വിത്ത് കൺസൾട്ടിങ് പാത്തോളജിസ്റ്റ്. നമ്മൾ ആരെയാണോ കാണുന്നത് അത്. ടെക്നിക്കൽ സൂപ്പർവൈസർ ആരാണ്? ഫസ്റ്റ് ലബോറട്ടറി ഡയറക്ടർ. പിന്നെന്താണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ എന്താണ്? ഡോക്ടറൽ ഡിഗ്രി. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? MD or PhD. May be masters or bachelor's degree experience with the board exam, board certifications. എന്താണ്? മാസ്റ്ററോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് എക്സാം, ബോർഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ച, മാസ്റ്റേഴ്സ് ഡിഗ്രിയിലോ ബാച്ചിലർ ഡിഗ്രിയിലോ ബോർഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ ആളായിരിക്കണം. ആളുടെ ഡ്യൂട്ടി എന്താണ്? പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദി ലാബ്. എന്താണ്? ലാബിലെ ടെക്നിക്കലിന്റെ അല്ലെങ്കിൽ സയന്റിഫിക് ഫങ്ഷൻസിന്റെ ഒക്കെ എന്താണ്? സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കുക. ടെക്നിക്കൽ സൂപ്പർവൈസർ എന്നാൽ തന്നെ നമുക്കറിയാം അല്ലെ, ടെക്നിക്കലിന്റെ സൂപ്പർവിഷൻ നടത്തുന്ന ആളുടെ. പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദി ലാബ്. നെക്സ്റ്റ് ജനറൽ സൂപ്പർവിഷൻ ആരാണ്? ഫസ്റ്റ് ലബോറട്ടറി ഡയറക്ടർ. പിന്നെ ടെക്നിക്കൽ സൂപ്പർവൈസർ. പിന്നെ ആരാണ്? ജനറൽ സൂപ്പർവൈസർ. May be the same person as the lab director or technical supervisor. ചില സമയത്ത് ലാബ് സൂപ്പർവൈസറോ അതല്ലെങ്കിൽ ആരാണ്? ഡയറക്ടർ ആയിരിക്കും ജനറൽ സൂപ്പർവൈസർ. അപ്പൊ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്. എന്താണ്? ലാബിന്റെ അതല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ ഒക്കെ ബേസിസിലായിരിക്കും. MLS or MT or MLD may be qualified. MLS എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്.
MLS. MT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. MLS എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. മറ്റേത് മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. ക്വാളിഫൈഡ് ഉള്ള ആയിട്ടായിരിക്കും. പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദി ലാബ്. എന്താണ് ലാബില് ദിവസത്തിനുള്ള കാര്യങ്ങള് സൂപ്പർവിഷൻ മേൽനോട്ടം വഹിക്കുക. ഡേ ടു ഡേ ഫങ്ഷൻസ്. നെക്സ്റ്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ MLT. Associate degree and completion of accredited MLT or certificate program licensor or certification may be required by employers. എന്താണ് MLT കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയ ആളായിരിക്കണം മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ്. പെർഫോം കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ MLS or MT. MLS MT നമ്മൾ പറഞ്ഞല്ലേ. എന്താണ് പെർഫോം കസ്റ്റമറുടെ ടെസ്റ്റുകൾ. MT മീൻസ് മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. MT മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. എന്താണ് കസ്റ്റമറുടെ ടെസ്റ്റുകൾ ചെയ്യുക. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക. ആരുടെ അണ്ടറില്? MLS അതായത് ജനറൽ ലബോറട്ടറി ഡയറക്ടറിൽ അല്ലെങ്കിൽ ജനറൽ സൂപ്പർവൈസറിന്റെ അണ്ടറിൽ എന്താണ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകൾ കൊടുക്കുക. നെക്സ്റ്റ് ഫ്ലിബോട്ടോമിസ്റ്റ്. PBT എന്ന് പറഞ്ഞാല് ഫ്ലിബോട്ടോമിസ്റ്റ് ടെക്നീഷ്യൻ. PBT എന്ന് പറഞ്ഞാല് ഫ്ലിബോട്ടോമിസ്റ്റ് ടെക്നീഷ്യൻ. പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. എന്താണ് ഈ +2 കഴിഞ്ഞിട്ട് ലാബ് അസിസ്റ്റന്റ് ഒക്കെ പഠിച്ച കുട്ടികൾ ഉണ്ടാവും അല്ലെ. ജസ്റ്റ് 6 months ലാബ് അസിസ്റ്റന്റ് ഒക്കെ പഠിച്ചവരുണ്ട്. അപ്പൊ അവരാണ് ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യൻസ് ഫോർ ദി ലാബ് ടെസ്റ്റ്. എന്താണ് ബ്ലഡ് സാമ്പിൾ എടുക്കുക അല്ലെ. വരുന്ന പേഷ്യൻസിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കുക. ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡ് സാമ്പിൾ എടുക്കുക. ഈ ഫ്ലിബോട്ടോമിസ്റ്റ് എന്ന് പറഞ്ഞാല് ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന ആളെ പറയുന്നതാണ് ഫ്ലിബോട്ടോമിസ്റ്റ്. എന്താണ് ലാബിലെ ടെസ്റ്റിന് ബ്ലഡിന്റെ ടെസ്റ്റിന് വേണ്ടി വരുന്ന ആളുകളുടെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന ആളെ പറയുന്നതാണ് ഫ്ലിബോട്ടോമിസ്റ്റ്. സാമ്പിൾ എടുക്കുന്ന ആളെ പറയുന്നത്. ക്ലിയർ ആയോ പാരഗ്രാഫ്? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഫുൾ ഫോം ഇട്ടാത്തതുണ്ടാ? ബാക്കി ആരില്ലേ? മെച്ച മാത്രമുള്ളൂ, ബാക്കി ആരില്ല? കുറെ പേര് പോയില്ല, ലെഫ്റ്റ് ആയില്ല. പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നപ്പോ ബോറടിച്ചാ നിങ്ങൾക്ക്? ബോറടിച്ചാ? ഇല്ല. ഓക്കെ, നോക്കിയേ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ എടുത്ത് കാണിട്ട് അവരെ രോഗനിർണയം നടത്തുന്നതിന് പറയുന്നതാണ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് മെഡിക്കൽ ലബോറട്ടറി. എന്താണ് ഓരോ മെഡിക്കൽ ലബോറട്ടറിന്റെയും സൈസിന്റെയും കോംപ്ലക്സിറ്റിയുടെയും അടിസ്ഥാനത്തില് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ എന്താണ് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ സ്പെസിമെൻ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ മെഡിക്കൽ ലബോറട്ടറികളിലും അതിനുവേണ്ട എക്യുപ്മെന്റ്സുകള്, മെറ്റീരിയൽസ്, ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ എന്താണ് കെമിക്കൽസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ മെയിൻ ഒബ്ജക്റ്റീവ്സ്, മെഡിക്കൽ ലബോറട്ടറിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് അവർക്ക് നല്ല രീതിയിലുള്ള കൃത്യമായ റിസൾട്ട്, അവരുടെ സാമ്പിൾ പരിശോധിച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കുക എന്നതാണ് ലബോറട്ടറിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തില് ലബോറട്ടറി സർവീസിനെ 5 ആയി തരംതിരിക്കുന്നുണ്ട്. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിൻ അനാലിസിസ്, ബ്ലഡ് ബാങ്ക്.
ക്ലിനിക്കൽ പാത്തോളജിയിൽ പെടുന്നതാണ് ഹീമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, റൂട്ടീൻ പാത്തോളജി. ക്ലിനിക്കൽ മൈക്രോബയോളജിയില് ബാക്ടീരിയോളജി, അതായത് നമ്മുടെ ചെറിയ മൈക്രോ ഓർഗാനിസംസിന്റെ പ്രസൻസില് ഒരു പേഷ്യന്റിൽ ഒരു ആളിൽ ഉണ്ടാവുന്ന ഡിസീസുകൾ, ഡിസോർഡേഴ്സുകളൊക്കെ എക്സാമിൻ ചെയ്യുന്ന, സ്റ്റഡി ചെയ്യുന്ന പ്രോസസ് ആണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. എന്തൊക്കെയാണ്? ബാക്ടീരിയോളജി, ബാക്ടീരിയയെ കുറിച്ച്; മൈക്രോ ബാക്ടീരിയോളജി, ബാക്ടീരിയം വിഭാഗത്തിൽ മൈക്രോ ബാക്ടീരിയം വർഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ ടെസ്റ്റുകൾ ചെയ്യുന്നത്; വൈറോളജി, വൈറസിനെ കുറിച്ച്; മൈക്കോളജി, നെക്സ്റ്റ് പാരസൈറ്റോളജി, പാരസൈറ്റിനെ കുറിച്ച്; ഇമ്മ്യൂണോളജി, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച്; സെറോളജി, സെറങ്ങളെ യൂസ് ചെയ്ത് കാണിട്ട് ഡിസീസുകൾ, അസുഖം ഡയഗ്നോസിസ് ചെയ്യുന്നതാണ് സെറോളജി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ബയോകെമിക്കൽ അനാലിസിസ്, ഹോർമോണൽ എസൈസ്. പിന്നെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നത് ലബോറട്ടറി ഡയറക്ടർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ജനറൽ സൂപ്പർവൈസർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫ്ലുബോട്ടോമിസ്റ്റ്. ക്ലിയർ ആയോ? അത്രയും ഭാഗം ക്ലിയർ ആയോ? തന്നിരിക്കുന്നത് മിസ് പറഞ്ഞില്ലേ ഈ ബാക്ടീരിയോളജി അങ്ങനെയുള്ള ഇതൊക്കെ, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിട്ട് അല്ലെങ്കിൽ മറന്നു പോകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ എഴുതിയിട്ടില്ല, അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിട്ടാ, അല്ലെങ്കിൽ ഇനി അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോ ഇത് മറന്നു പോകും. എന്നപ്പ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ബാക്കി എടുക്കാം. ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നേ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you.